ഇനി നടക്കാനൊന്നും വയ്യ, ഒരിടത്തിരിക്കാം. എംബസിക്കാരൻ കോടം പറഞ്ഞ് ഇങ്ങോട്ട് വരട്ടെ. നമ്മൾ സേഡികളാണ്. ഇവിടെ ഇങ്ങനെ ചടഞ്ഞിരുന്നു കഴിഞ്ഞാൽ ആൾക്കാർ ശ്രദ്ധിക്കും. ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നാൽ ആരും ശ്രദ്ധിക്കില്ല. നീ വാ. ഈശ്വര, എംബസിക്കാരൻ വന്നില്ലെങ്കിൽ ഈ മഹാനഗരത്തിൽ കിടന്ന് തെണ്ടിപ്പോവുകയുള്ളൂ. നീ വാ, നമുക്ക് മറുകോട് പറഞ്ഞൊരു ശ്രമം നടത്തി നോക്കാം. വാ, എനിക്ക്. മറുകോടോ? അതെ, സാധനം കയ്യിലുണ്ടോ എന്ന കോഡ് അങ്ങേര് ചോദിക്കുമ്പോ സാധനം കയ്യിലുണ്ട് എന്ന കോഡ് നമ്മൾ പറയണമെന്നാണല്ലോ. ഇത്രയും സമയമായിട്ടും ആരും നമ്മളോട് കോഡ് ചോദിക്കാത്ത സ്ഥിതിക്ക് നമുക്ക് മറുകോടും പറഞ്ഞ് ഒന്ന് ചുറ്റി നടന്നാലോ? ഓക്കേ. സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലുണ്ട്. സാധനം കയ്യിലുണ്ട്. സാധനം കയ്യിലുണ്ട്. സാധനം കയ്യിലുണ്ട്. സാധനം കയ്യിലുണ്ട്. സാധനം നിങ്ങളോടല്ല സാഹിബേ, ഇത് ഞങ്ങളുടെ സിഐഡി കോഡാ. ഒരിക്കലും നമ്മുടെ ഷേഡി കോഡ് വെളിപ്പെടുത്താൻ പാടില്ല. സാധനം കയ്യിലുണ്ട്. സാധനം കയ്യിലുണ്ട്. സാധനം കയ്യിലുണ്ട്. Don't shout. We are not shouting. We are CIDs from India. What? പേടിപ്പിക്കല്ലേ, വേണ്ടി വന്നാൽ നിങ്ങളെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യും. Yes. അതിനുള്ള വകുപ്പ് ഞങ്ങളിലുണ്ട്. അതെ, പേടിപ്പിക്കാനും നോക്കല്ലേ. സാധനം കയ്യിലുണ്ട്. സാധനം കയ്യിലുണ്ട്. സാധനം കയ്യിലുണ്ട്. Stop shouting. സാധനം കയ്യിലുണ്ടോ? It's not a place to fight. If you continue to fight like that, I'm going to call the police. സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലുണ്ട്. 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 അതെ, സാധനം കയ്യിലുണ്ട്. സാധനം കയ്യിലുണ്ട്. ഹലോ, സാധനം കയ്യിൽ. സാധനം കയ്യിലുണ്ടോ? അതെ, സാധനം കയ്യിലുണ്ട്. സാധനം കയ്യിലുണ്ട്. വിജയ, ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു? പ്രശ്നം തീർന്നില്ലേ? സാധനം കയ്യിലുണ്ടല്ലോ. സാധനം കയ്യിലുണ്ട്. ഞങ്ങൾ നിങ്ങളെ കാണാതെ പേടിച്ചിരിക്കുകയായിരുന്നു. ഞങ്ങളും. ഇനി വൈകണ്ട, വരും, എല്ലാരും കാത്തിരിക്കുക. വരും. Priakos, you wait here. I'll take them inside. Okay. ഇതൊക്കെ ആരാ? എംബസിയിലെ വാച്ച്മാൻമാരായിരിക്കും. Give us the stuff and take the money. വാട്ട്? എംബസിയിലെ ഇന്ത്യക്കാരുമില്ലേ? ഇവരെന്തിനാ ഞങ്ങൾക്ക് പൈസ തരുന്നത്? അത് നമ്മുടെ ഇവിടുത്തെ ചെലവിനുള്ള പണം എംബസിക്കാർ തരുമെന്ന് പറഞ്ഞു ഓർമ്മയില്ലേ? എന്ത് എംബസി? നിങ്ങൾ സാധനം കൊടുക്കണം മിസ്റ്റർ, എന്നിട്ട് കാശ് വാങ്ങി പോണം. എന്ത് സാധനം? എന്ത് സാധനോ? സാധനം കയ്യിലുണ്ടെന്ന് നിങ്ങൾ എയർപോർട്ടിൽ വെച്ച് പറഞ്ഞല്ലേ? അത് ഞങ്ങളുടെ രഹസ്യ കോഡ് പറഞ്ഞു. വിജയ, Come on, give us the stuff. ഇവരെന്തായി പറയുന്നത്? എന്ത് സാധനം? ആരുടെ സാധനം? മിസ്റ്റർ, പൊട്ടംകളി കളിക്കാതെ മര്യാദയ്ക്ക് കൊണ്ടുവന്ന് ഹെറോയിൻ കൊടുത്തിട്ട് പോകുന്നതാണ് നല്ലത്. ഹെയർ ഓയില? ഹെയർ ഓയിൽ അല്ലടാ, ഹെറോയിൻ. ഹെറോയിൻ എന്ന് പറഞ്ഞാൽ മയക്കുമരുന്ന്. അയ്യോ, മിസ്റ്റർ, സൂക്ഷിച്ച് സംസാരിക്കണം. ഞങ്ങൾ അത്രക്കാരില്ല. ഓ, ചിലപ്പോ നമ്മളെ പരീക്ഷിക്കുകയായിരിക്കും. ഓഹോ. മിസ്റ്റർ, ഞങ്ങൾ യഥാർത്ഥ സീഡുകൾ തന്നെയാണ്. ഞങ്ങൾക്ക് കളിച്ചു നിൽക്കാൻ സമയമില്ല. ഞങ്ങളുടെ ചെലവിലേക്കുള്ള കാശല്ലേ, അതിങ്ങ് തരണം. ദാസാ, എന്നെ രക്ഷിക്ക്, എന്നെ രക്ഷിക്ക്, എന്നെ രക്ഷിക്ക് ദാസാ. ആദ്യം ഞാനൊന്ന് രക്ഷപ്പെടട്ടെ. Where is the stuff? ദാസാ, നിന്റെ തോക്കില്ലേ? തോക്ക് പെട്ടിയാണോ പോക്കറ്റിലാണോ എന്നറിയില്ല. പോക്കറ്റിലുണ്ടോ നോക്ക്. ഉണ്ട് ഉണ്ട് ഉണ്ട്, പോക്കറ്റിലുണ്ട്. ഉള്ളൊക്കെ എടുത്ത് വെടിവെക്കണം. ഹാൻഡ്സ് അപ്പ്. ലീവ് ഹിം. ഹാൻഡ്സ് അപ്പ്. നീവ് ഹാൻഡ്സ് അപ്പ്. മൂവ്. മൂവ്. മൂവടാ. Don't move. Don't move.
വെക്കടാ വെടി വെടി വെക്കാൻ വെക്കടാ വെടി പൊട്ടിയില്ല ഓടിക്കോ ഇന്ത്യൻ എംബസി ഇന്ത്യൻ എംബസി Yes. Yes. We would like to meet Mr. Shivadasa Menon. Yes, I am Shivadasa Menon. സാറാണോ ശിവദാസ മേനോൻ? അതെ. കമ്മീഷണർ കൃഷ്ണൻ നായർ. അതെ അതെ അതെ. സാറാ കോഡെന്ന് പറഞ്ഞേ, മറുകോട് ഞങ്ങൾ പറയാം. കോടോ? ആ കൃഷ്ണൻ നായർക്ക് വട്ടാണ്. നിങ്ങളെ അന്വേഷിച്ചിനി എയർപോർട്ടിൽ നടക്കാൻ ഇടം ബാക്കിയില്ല. ഞങ്ങൾ മറുകോടും പറഞ്ഞോണ്ട് ആ എയർപോർട്ടിൽ തലങ്ങനെ വിലങ്ങനെ നടക്കായിരുന്നു സാർ. ഈ മറുകോട് കാരണം ഏതോ മയക്കുമരുന്നുകാർ പിടിച്ചോണ്ട് പോയി നല്ലോണം പ്രഹരിച്ചു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് തടി രക്ഷപ്പെട്ട് കിട്ടിയത്. അതെ. കഷ്ടമായി. അതെ കഷ്ടമായിപ്പോ സാർ. എന്ത് കഷ്ടം? സാധനം കയ്യിലുണ്ടെന്ന് നിലവിളിച്ച് നടന്നിട്ടല്ലേ? അവരുടെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല. പിന്നെ ആരുടെ ഭാഗത്താ തെറ്റ്? ആരുടെ ഭാഗത്താ തെറ്റ്? ഹലോ പ്ലീസ് കുറച്ചേരം വെയിറ്റ് ചെയ്യൂ, ഞാൻ പോരാ. എങ്ങനെ, വീട് ഇഷ്ടായോ? ഏതാണ് വീട്? ഇത് തന്നെ. ഓ Come. പ്രശ്നങ്ങളുണ്ടല്ലോ. പ്രശ്നങ്ങളോ? അതെ, വേണ്ടത്ര സുരക്ഷിതത്വമില്ല. എന്ന് വെച്ചാൽ കുറ്റവാളികളുടെ സ്ഥിരമായ ആക്രമണത്തെ ചെറുക്കാനുള്ള എന്ത് സംവിധാനമാണ് ഇവിടെ ഉള്ളത്? സ്ഥിരമായ ആക്രമണോ? ഞങ്ങളുടെ ജോലി എത്രമാത്രം അപകടം പിടിച്ചാണെന്ന് ഒരുപക്ഷെ സാറിന് അറിയില്ലായിരിക്കാം. എയർപോർട്ടിൽ വന്നിറങ്ങിയ ഉടനെ ഞങ്ങളുടെ നേരെ ആക്രമണം ഉണ്ടായില്ലേ? ഇനിയും അത് തുടരും. അതുകൊണ്ടാ പറയുന്നത്, ഈ വീടിന് ചുറ്റും ശക്തമായ ഒരു മതിൽ വേണം. മാത്രമല്ല, അകത്തിരുന്നാൽ പുറത്തെന്താണ് നടക്കുന്നതെന്ന് സ്ഥിരമായിട്ട് കാണാനുള്ള ഒരു ടിവിയും അതിന്റേതായിട്ടുള്ള ക്യാമറയും. ഈ വീടിന് മതിൽ കെട്ടുന്ന ഏർപ്പാടൊന്നും ഇവിടെ ഇല്ല. അപ്പോ ഈ നാട്ടിലെ സിഐഡികളൊക്കെ എങ്ങനെ കഴിയുന്നു? മിസ്റ്റർ മേനോൻ, മതില് വൈകുന്നേരത്തിന് മുമ്പ് കെട്ടി തന്നാ മതി. മിസ്റ്റർ രാംദാസ്, വളരെ കഷ്ടപ്പെട്ട് വാടകയ്ക്കെടുത്ത വീടാണിത്. മതില് കെട്ടുന്ന പരിപാടിയെ പറ്റി ചിന്തിക്കണ്ട. സിഐഡി മിസ്റ്റർ രാംദാസ്, എനിക്ക് മറ്റൊരു നല്ല ഐഡിയ തോന്നുന്നു. വേണ്ട, മിസ്റ്റർ വിജയന്റെ ഐഡിയാസ് മഹാവിഡ്ഢിത്തരങ്ങളായിരിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. മിസ്റ്റർ മേനോൻ, മതിലിന്റെ കാര്യം തൽക്കാലം അവിടെ നിൽക്കട്ടെ. ഒരു കാര്യം ചെയ്യൂ, നല്ല 5-6 പോലീസ് നായ്ക്കളെ ഈ വാതിലെടുത്ത് കൊണ്ടുവന്ന് കിട്ടിയിടൂ. സത്യമായിട്ടും ഇത് തന്നെ ഞാനും പറയാൻ ആലോചിച്ചിരുന്നത്. ഞാനത് വിശ്വസിക്കുന്നില്ല. അക്രമികളെ പട്ടികൾ നേരിടട്ടെ. അമേരിക്കയെ പറ്റി എന്താ നിങ്ങളുടെ ധാരണ? ഈ പട്ടി ഉറക്കെ ഒന്ന് കുറച്ചാൽ അയൽവക്കത്തുള്ള ആളുകൾ ന്യൂസൻസ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ പേര് കേസ് കൊടുക്കും. അപ്പൊ പിന്നെ പട്ടിയും പോവും, ന്യൂസൻസിനുള്ള നഷ്ടപരിഹാരം വേറെ. അപ്പൊ ഞങ്ങളുടെ സുരക്ഷിതത്തിന് ഇവിടെ എന്ത് സംവിധാനമാണ് ചെയ്തിരിക്കുന്നത്? പറയൂ. അത് നിങ്ങളെ അയച്ചോട് ചോദിക്കണം.
സാറ് പറഞ്ഞതാ കറക്റ്റ്. വിജയ, ചിരിക്കും ബഹളത്തിനും സമയം തരാം. എല്ലാം ഓർമ്മയുണ്ടല്ലോ? താങ്കൾ എല്ലാവിധ സഹായങ്ങളും ചെയ്തു തരുമെന്നാണ് കമ്മീഷണർ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വന്ന് സാർ കൈമലർത്തി കാണിച്ചാൽ ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യും? ഇവിടെ നടക്കാത്ത കാര്യങ്ങൾ നടത്താമെന്ന് ഞാൻ ആരോട് ഏറ്റിട്ടില്ല. അത് കറക്റ്റ്. ഓക്കെ ഓക്കെ. വളരെ വളരെ പുരോഗമിച്ച ഒരു രാജ്യമാണല്ലോ അമേരിക്ക. ഇന്ത്യയിലെ പോലെ കുറ്റവാളികൾ ട്രെയിനിലോ ബസ്സിലോ ഓട്ടോറിക്ഷയിലോ ഒന്നും ആയിരിക്കില്ല സഞ്ചരിക്കുന്നത്. ഞങ്ങൾ ഇങ്ങനെ കുറ്റവാളികളെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവനൊരു ഹെലികോപ്റ്റർ കയറിപ്പോയാൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ എന്ത് ചെയ്യും? എനിക്കറിയാം. എന്നാ എനിക്കറിയാം. മറ്റൊരു ഹെലികോപ്റ്ററിൽ ഞങ്ങൾ അവരെ ഫോളോ ചെയ്യും. ആ ഹെലികോപ്റ്റർ ആരോടിക്കും? എല്ലാവിധ സജ്ജീകരണങ്ങളും ഉള്ള ഒരു ഹെലികോപ്റ്റർ വീടിന് മുമ്പിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അത് ഓടിക്കാൻ ഒരു പൈലറ്റും. ഓ അങ്ങനെ. ഈ കുറ്റവാളികൾ ഹെലികോപ്റ്ററിൽ തന്നെ രക്ഷപ്പെട്ടോണമെന്നില്ലല്ലോ. അവരൊരു ബോട്ടിലാണ് പോകുന്നെങ്കിലോ? ഞാൻ ഈ ബോട്ട് കൊണ്ടു മുറ്റത്ത് കെട്ടിയിടണോ? ഹെലികോപ്റ്റർ നിന്റെ ഇളിഞ്ഞ ഈ ചിരിയുണ്ടല്ലോ, അമേരിക്കയ്ക്ക് വരാൻ വേണ്ടി എന്റെ കാല് നക്കിക്കൊണ്ടിരുന്നൊരു വാലാട്ടിപ്പട്ടിക്ക് യോജിച്ചതല്ല. ഓക്കെ. എന്റെ ഐഡിയാസ് മുഴുവൻ മഹാവിഡ്ഢിത്തങ്ങളാണെന്ന് ഒരു അന്യ പുരുഷന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞ പ്രതികരിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല ദാസ. പ്രതികരിക്കാൻ നിനക്ക് അവകാശമില്ല. ഞാനെന്ത് ആഫ്രിക്കൻ അടിമയോ? അല്ല, അടിമയേക്കാൾ വളഞ്ഞൊരു നട്ടലുമായി നീ എന്റെ മുമ്പിൽ നിന്നത് ഓർമ്മയുണ്ടല്ലോ? അത് സാഹചര്യത്തിന്റെ സമ്മർദ്ദം. ദാസ, ഒന്ന് നീ ഓർക്കണം, ഞാനും ഒരു CID ആണ്. ഒരു CID മറ്റൊരു CID യെ ചവിട്ടിത്താഴ്ത്തുന്നത് ശരിയല്ല. ഇന്ത്യയിലെ എല്ലാ CID-കളും ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാണെന്ന് നീ മനസ്സിലാക്കാത്തതുണ്ട്. ആ CID കുടുംബത്തിൽ നീ എന്നെ അംഗമാക്കണ്ട. നീ അംഗമാണ്. ഞാൻ അംഗമല്ല. നീ അംഗമാണ്. എന്താ പ്രശ്നം? Excuse me, one Miss Lakshmi is staying here. From which place, sir? That I don't know. No. Sri Devi? No. Okay, thank you. Welcome. Ready? ഇന്നത്തെ കാലത്ത് ആരെയും വിശ്വസിക്കാൻ പാടില്ല, ആർക്കൊരു സഹായം ചെയ്യാനും പാടില്ലെന്ന് ഇന്നലത്തെ സംഭവത്തോടെ ഞാൻ പഠിച്ചു. നിങ്ങളാരാ? എനിക്ക് നിങ്ങളെ അറിയില്ല. ഒന്ന് മിണ്ടാതങ്ങ് പോകണം. നിങ്ങൾ കാരണം എനിക്ക് കിട്ടിയ തല്ലിന് കിട്ടിക്കാൻ കണക്കില്ല. ഇവിടെ ലക്ഷ്മി എന്ന പേരിൽ ആരും റൂമെടുത്തില്ല. നിങ്ങൾ എന്നോട് നുണ പറഞ്ഞല്ലേ? എനിക്കൊന്നും നിങ്ങളോട് വിശദീകരിക്കാനില്ല. ഇവിടെ നിന്നിങ്ങനെ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഉപദ്രവിക്കാവുന്ന പോവോ? ശരി. ഇതെന്റെ ജീവൻ കൊണ്ടുള്ള കളിയാ. ഒന്നും അറിഞ്ഞൂടാത്ത ഒരു തെറ്റും ചെയ്യാത്ത എന്നെ നടുക്കടലിൽ എറിഞ്ഞിട്ട് രക്ഷപ്പെടാൻ നിന്നെ സമ്മതിക്കില്ല. നീ ഞാനുമായി എന്തോ ബന്ധമുണ്ടെന്ന് വിചാരിച്ചിട്ട് അവനെ തല്ലിയതും കൊല്ലാൻ നോക്കിയതൊക്കെ. പിന്നെ ദൈവത്തിന്റെ കാരുണ്യം കൊണ്ട് ഒരുവിധം ഞാൻ രക്ഷപ്പെട്ട് ഓടുകയായിരുന്നു. നിങ്ങളോട് പോകാനാണ് പറഞ്ഞത്. മനസ്സില്ല. ഇനി അവരെന്നെ കൊല്ലാൻ വന്നാൽ ഞാൻ നിന്നെ പിടിച്ച് അവരെ മുമ്പിലിട്ട് കൊടുക്കും. ഞാൻ ഒരു ആപ്പയൊന്നുമില്ല. ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനിയായ മാക്സിലെ ഒരു ഉദ്യോഗസ്ഥനെ. പിന്നെ അവരെന്നോട് ചോദിച്ചു ആ കവറിന്റെ പുറത്തെ മേൽലാസം എന്താന്ന്. അറിഞ്ഞൂടാന്ന് പറഞ്ഞപ്പോ കനത്ത് രണ്ടു പേടി അതിനും കിട്ടി. പറ, ആ മേൽലാസം എന്തായിരുന്നു? മര്യാദയ്ക്ക് പറയുന്നതല്ലേ? എനിക്കിനി നഷ്ടപ്പെടാനൊന്നുമില്ല. ലീവ് മീ. ഗെറ്റ് ലോസ്റ്റ് ഐ സേ. അല്ല, അത് ഞാൻ പറഞ്ഞില്ലല്ലോ. ഹലോ, ബുക്ക് എ കോൾ ടു നന്ദപുരം 612. TP തോമസ് മാത്യു. അർജന്റ്. മര്യാദയ്ക്ക് അഡ്രസ് എനിക്ക് പറഞ്ഞുതരുമല്ലേ? അതറിയാൻ ഞാൻ അവിടുന്ന് പോകില്ല. ഞാൻ അവിടെ കെട്ടി തൂച്ചാവും. എന്റെ ആത്മഹത്യയുടെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്കായിരിക്കും. എന്തൊരു കഷ്ടം ദൈവമേ. എല്ലാരും കൂടെ എടുത്തിട്ട് പെരുമാറാൻ ഞാൻ പബ്ലിക് പ്രോപ്പർട്ടിയോ? ആ പറഞ്ഞേ. കൊന്നു. അയ്യോ
bastard! You bastard! No! You kill her! No, I will kill her! Kill her! No, somebody kill her! I don't know anything! I don't know anything! No! അവനാണ് കൊലയാളി നിൽക്കണവിടെ വായി നോക്കിക്കാതെ ആക്ച്വൽ കൽപ്പറ്റിന്റെ പോയി പിടിക്കണോ? ഓക്കെ സാർ. അങ്ങോട്ടാ ഓടിയത്. പ്രത്യേക അറിയിപ്പ്. ഇന്ന് വൈകിട്ട് ഹോട്ടൽ പ്രസിഡന്റിൽ വെച്ച് ശ്രീദേവി എന്ന പെൺകുട്ടിയെ കൊല ചെയ്ത വേണുഗോപാലിന്റെ വീഡിയോ ചിത്രമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇയാളെ കണ്ടുമുട്ടുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണമെന്ന് ഐജിയുടെ പ്രത്യേക അറിയിപ്പിൽ പറയുന്നു. സാറുടെ ദേഹത്ത് ചോരയുമായി ഒരുത്തൻ ഇവിടെ മുറിയെടുക്കാൻ വന്നാൽ ഉടനെ എന്നെ വിവരം അറിയിക്കണം. അല്ലാതെ റോഡേ പോകുന്ന കണാവുണ കാക്കി പാർട്ടിയുടെ അറിയിക്കരുത്. അത് പറയാൻ തന്നെയാണ് സാർ ഞാൻ വന്നത്. അവൻ 101 നമ്പർ മുറിയിലുണ്ട്. ഫൈൻ. 101 നമ്പർ മുറിയിൽ. വാട്ട് ടു ഡു?
ആരാ ആരാ? അതന്നെ ഞാനും ചോദിക്കുന്നത്. ആരാ നിങ്ങൾ? അത് ശരി, എന്റെ മുറി കയറി വന്നിട്ട് എന്നോട് ചോദിക്കുന്നു ഞാൻ ആരാന്ന്. എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഭഗവാനെ, നാട്ടിലുള്ള എല്ലാ പെണ്ണുങ്ങളും കൂടെ തുനിഞ്ഞിറങ്ങിയിരിക്കാണോ എന്റെ ജീവിതം തുലയ്ക്കാൻ? ഇത് നിങ്ങളുടെ മുറിയാണെന്ന് ആര് പറഞ്ഞു? എന്റെ അങ്കിൾ വിജയമേനന്റെ മുറിയാ ഇത്. ഏത് വിജയമേനൻ? മര്യാദയ്ക്കൊന്നും ഇറങ്ങി പോകുന്നുണ്ടോ? അതിനിങ്ങനെ ബഹളം വെക്കുന്ന എന്തിനാ? അങ്കിൾ ഇവിടുന്ന് വെക്കറ്റ് ചെയ്ത് പോയ വിവരം ഞാൻ അറിഞ്ഞില്ല. ഐ എം സോറി. അറിഞ്ഞില്ലെങ്കിൽ ഇവിടെ താമസിച്ചോ? ഡിവൈഎസ്പി മിന്നൽ ബാബുവിനെ പറ്റിക്കാമെന്ന് ഈ നാട്ടിലെ ഒരു കുറ്റവാളിയും വ്യാമോഹിക്കണ്ട. കള്ളക്കഥകൾ ഉണ്ടാക്കി നിരപരാധിയായ ഒരു സ്ത്രീയെ ഇന്നലെ നീ അപമാനിക്കാൻ നോക്കി. ഇന്ന് 17 പോലും തികഞ്ഞിട്ടില്ലാത്ത ഒരു പാവം പെൺകുട്ടിയെ ഹോട്ടൽ മുറിയിൽ വെച്ച് നീ വെടിവെച്ച് വന്നു. എവിടെയാ നിന്റെ റിവാൾവർ? കീഴടങ്ങുന്നതാണ് നല്ലത്. കൊല്ല് എന്നാ കൊല്ല്. ഇതിലും ഭേദം മരിക്കുന്ന ഈ ജീവിതം എനിക്ക് മതിയായി. നിങ്ങൾ ഇനിയെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കണം. ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനിയായ മാക്സ്വെൽ ഒരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ഞാൻ. ഐ ആം ഡ്രോയിങ് എ സാലറി ഓഫ് 2500 rupees. കമ്മീഷൻസ് എക്സ്ട്രാ. MK വേണുഗോപാൽ എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ അഭിമാന ഭാജകമായിരുന്നു മിനിഞ്ഞാന്ന് വരെ. മിനിഞ്ഞാന്ന് ഉച്ചയ്ക്ക് എന്റെ കഷ്ടകാലത്തിൽ ഞാൻ സിനിമ കാണാന്ന് വെച്ച് ടാക്സി കയറി. അപ്പൊ ആരെ കൊന്നേച്ചോ ഇവിടുന്ന് മോട്ടിച്ചിട്ടോ കാണാൻ കൊള്ളാവുന്നൊരു ചരക്ക് ടാക്സി കയറി. സുന്ദരികളായ പെണ്ണുങ്ങളെ കാണുന്നതും അവരോട് സംസാരിക്കുന്നു എന്റെ ഒരു വീക്ക്നെസ് ആയി പോയി. എന്ന് വെച്ച് തോന്നിയാൽ ഞാനില്ല കേട്ടോ. അങ്ങനെ പെണ്ണ് കയറി വന്നിട്ട് എന്നോട് പറഞ്ഞു ഹോട്ടൽ ഇവിടെ വന്നു. എന്റെ മനസ്സ് അറിയാതെ ഇളകി പോയതുകൊണ്ട് ഞാൻ വിടാന്ന് സമ്മതിക്കുകയും ചെയ്തു. പോകുന്ന വഴിക്ക് ഒരു കത്ത് പോസ്റ്റ് ചെയ്യാൻ ചോദിച്ചു. ഞാൻ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. അവിടെ തുടങ്ങി എന്റെ കഷ്ടകാലം. മൂത്രം ഒഴിക്കാൻ വേണ്ടി സിനിമ തിരിലെ മൂത്രപ്പുര കയറിയപ്പോ ഞാൻ നിൽക്കുന്ന 2 തടിയന്മാർ ചോദ്യമല്ല ഉത്തരവല്ല അവിടുന്ന് അടിയും ഇടിയുന്നോയായ സംബന്ധി പരുവാക്കി ഒരു ഫ്ലാറ്റ് കൊണ്ടുപോയി. നീ പോസ്റ്റ് ചെയ്ത കവറിന്റെ പുറത്ത് വിലാസം പറയണ എന്തായി അറിഞ്ഞൂടാന്ന് പറഞ്ഞപ്പോ ഇടിയുടെ ശക്തി കൂടി സോഡ ഒഴിക്കാതെ മൂക്കറ്റം മദ്യം എന്റെ വായില് മൂക്കിൽ ഒഴിച്ചു തന്നിട്ട് എന്നെ കൊല്ലാൻ കൊണ്ടുവന്ന ഒഴുകി ഞാൻ ഓടി രക്ഷപ്പെട്ടു. ഇങ്ങനെ കൂട്ടി ഞാൻ പിറ്റേ ഫ്ലാറ്റിൽ ചെന്നപ്പോ അവിടെ കിഴവ് ചാടി കടിക്കാൻ വന്നു. ഞാൻ പറഞ്ഞത് മുഴുവൻ കള പറഞ്ഞ മുഴുവൻ സത്യം. ഹോട്ടലിൽ ആ പെണ്ണെ കണ്ട് കാര്യം തിരക്കാൻ ചെന്നപ്പോ ചോര ഒളിപ്പിച്ചോണ്ട് ആ പെണ്ണിന്റെ തൊറ്റ വീഴ്ച. അടുത്ത മുറിയിൽ ഒരു പറട്ട കളവന്ന് പറവറ വെടിയും തുടങ്ങി. അത്ര എളുപ്പം മരിക്കാൻ ഇഷ്ടമല്ലാത്തോട് ഞാൻ ഓടുകയും ചെയ്തു. ഇത് കൊല്ലെന്റെ സവാളാണ്. ഈ കൊല്ല് നിന്നെ കൊല്ലാനല്ല വളർത്താനാ കൊണ്ടുപോകുന്ന. നിന്റെ കഥാപ്രസംഗം കോടതി മതി കേട്ടോടാ. നിന്റെ കഥാപ്രസംഗം കോടതി മതി. ഞാൻ പറഞ്ഞ ഒന്നും വിശ്വാസമായില്ലേ? വിശ്വാസമായി ഇല്ല. തിരിയടാ കുനിയടാ. വിജയ, വിജയ, കോൺസ്റ്റബിൾ വിജയ, അലവലാതി, നീ ചത്താളാ? ചത്തില്ല അലവലാതി. ഓഹോ, സാറ് വിളിക്കായിരുന്ന? ഞാൻ വിളിച്ചിട്ട് നീ വിളിയേക്കാത്തത്? അങ്ങനെ വിളി കേട്ട് കേട്ടാ നീ എന്റെ തലേ കയറി ഇരിപ്പ് തുടങ്ങിയത്. എന്തിനാ വിളിച്ചത്? വിശേഷം വല്ലതുണ്ടോ? രാവിലെ എഴുന്നേറ്റാലുടൻ എനിക്കൊരു ബെഡ് കോഫി ആരണമെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ? അറിഞ്ഞൂടല്ലോ. ഇന്ത്യൻ ഭരണഘടനയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇന്ത്യയിൽ നിന്ന് പുറപ്പെടുന്നതിന് മുൻപ് നമ്മൾ തമ്മിൽ ഒരു ഭരണഘടന ഉണ്ടാക്കിയിരുന്നു. അത് അപ്പോഴത്തെ എന്റെ ഗതികേട് കൊണ്ട് ഉണ്ടായിപ്പോയൊരു ഭരണഘടനയാ. നമ്മളെ രണ്ടുപേരെ ഇങ്ങോട്ട് വിടാൻ തീരുമാനിച്ചപ്പോ നീ എന്റെ കാലുവാരി, എന്റെ കാലുവാരിയെ നിന്റെ കാല് ഞാൻ പിടിച്ചു. എന്നെ ഇങ്ങോട്ട് വിടണ്ടാന്ന് നീ കമ്മീഷണറോട് പറഞ്ഞ കാര്യമൊക്കെ ഞാൻ അപ്പോഴേ അറിഞ്ഞു.
ഇവിടെ എത്തിയിട്ട് പറയാമെന്ന് കരുതി ക്ഷമിച്ചിരിക്കുകയായിരുന്നു. ചായയോ കാപ്പിയോ ബിരിയാണി എന്താണ് വേണ്ടത് വെച്ചാൽ തന്നെത്താൻ ഉണ്ടാക്കി കഴിച്ചോളണം. നീ എന്നെ ചതിക്കുകയായിരുന്നു. ഞാൻ പതുങ്ങി ഇരിക്കുകയായിരുന്നു. ഞാനിവിടെ വന്നത് നിന്റെ തുക്കട കേസ് പിടിക്കാനൊന്നുമല്ല. എനിക്ക് വേറെ ജോലിയുണ്ട്. എനിക്ക് അമേരിക്ക വിശദമായിട്ടൊന്ന് കാണണം, കുറച്ചു കാലം സുഖിക്കണം. ഓഹോ, അങ്ങനെയാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് കംപ്ലൈന്റ് ചെയ്ത് നിന്റെ ജോലി ഞാൻ തെറിപ്പിക്കും. എനിക്ക് ഡിപ്പാർട്ട്മെന്റിലോട്ട് തിരിച്ചു വരണമെന്ന് ഒരു നിർബന്ധവുമില്ല. വല്ല നഴ്സറിയും കെട്ടി അവളുടെ ഭർത്താവായിട്ട് ഞാൻ ഇവിടെ അങ്ങ് കൂടും. അപ്പോഴോ എടാ, ഉടുതുണിക്ക് മറുതുണിയില്ലാതെ തെണ്ടി നടന്നപ്പോ നമ്മളെ വിളിച്ച് കാക്കി കുപ്പായം തൊപ്പിയും ശമ്പളവും തന്ന ഡിപ്പാർട്ട്മെന്റിന് സ്വല്പമെങ്കിലും നന്ദി വരടാ. നന്ദി. ആ ജോലി നീ തെറിപ്പിക്കുന്നല്ലേ പറഞ്ഞത്, പിന്നെ എന്തിനാ നന്ദി? അത് ഈ പെട്ടെന്നുണ്ടായ ദേഷ്യത്തിന് ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് കരുതി നീ ഡിപ്പാർട്ട്മെന്റ് തള്ളി പറയണമെന്നുണ്ടോ? എന്ത് കുന്തായാലും ശരി, കേസ് അന്വേഷണമൊന്നും ഞാനില്ല. പിന്നെ ഒരു കേസ് അന്വേഷണം വിജയ കിടന്ന് നിലവിളിക്കാതെ. നമ്മളിപ്പോ കേസ് അന്വേഷിച്ചാലും ഇല്ലെങ്കിൽ അവിടെ ആരും ഒന്നും അറിയാൻ പോകുന്നില്ല. നമ്മൾ അവിടെ ചെന്ന് പറയുന്നു ഞങ്ങൾ ഭയങ്കരമായി കേസ് അന്വേഷിച്ചു, ഒടുവിലാണ് മനസ്സിലായത് കിരീടം ഇംഗ്ലണ്ടിലേക്ക് പോയെന്ന്. ഡിപ്പാർട്ട്മെന്റ് ഉടനെ നമ്മളെ ഇംഗ്ലണ്ടിലേക്ക് അയക്കുന്നു. അവിടെ കുറച്ചു കാലം കറങ്ങുന്നു. ഇംഗ്ലണ്ടിൽ വെച്ച് നമ്മൾ പറയുന്നു കിരീടം ഫ്രാൻസിലേക്ക് പോയെന്ന്. ഡിപ്പാർട്ട്മെന്റ് ഉടനെ നമ്മളെ ഫ്രാൻസിലേക്ക് അയക്കുന്നു. പിന്നെ ഹോളണ്ട്, ജർമ്മനി, ആസ്ട്രിയ, അങ്ങനെ പല രാജ്യങ്ങളും നമ്മൾ ചുറ്റി കറങ്ങുന്നതാ. നീ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. CID ഡിപ്പാർട്ട്മെന്റ് ചോരയാടായി സിരകളിലൂടെ ഒഴുകുന്നത്. ഞാൻ നിന്നെ പോലെ വിശ്വാസവഞ്ചകനല്ല. അധോ ലോകനായകൻ അനന്തൻ നമ്പ്യാരും കള്ളക്കടത്ത് വീരൻ കൊപ്പള പ്രഭാകരൻ ഇരുമ്പഴിക്കുള്ളിലാണെങ്കിൽ ഈ പോൾ ബാർബറെ ഞാൻ കണ്ടുപിടിക്കും. എന്നിട്ടേ ഞാൻ ഉറങ്ങുള്ളൂ. എന്നാ അതുവരെ ഞാൻ ഉറങ്ങാം. ഈ മഹാസമുദ്രത്തിൽ എവിടെ ചെന്ന് അന്വേഷിക്കാൻ? കെട്ടിടങ്ങൾക്കൊക്കെ 100-200 നിലയാ. നമ്മുടെ മദ്രാസിലെ LIC ബിൽഡിങ്ങിന്റെ താഴെ ചെന്ന് നിന്ന് വാ വിളിക്കുന്ന തമിഴന്മാര് ഇതൊക്കെ കണ്ട ഹൃദയസ്തംഭനമെന്ന് ചാവും. ഈ കെട്ടിടത്തിനകത്ത് ആയിരക്കണക്കിന് മുറികൾ കാണും, 100 കണക്കിന് ലിഫ്റ്റുകളും. റോഡിലാണെങ്കിൽ കോടിക്കണക്കിന് കാറും. ഇതിന്റെ ഇടയിൽ വേണം പാൽ ബാർബറെ പിടിക്കാൻ. ഈ ബാർബർക്ക് എന്തിനാണാവോ കിരീടം? കഷ്ടം തന്നെ. ബാർബർമാരൊക്കെ ഇങ്ങനെ തുടങ്ങിയാൽ ഇന്ത്യയുടെ ഗതി എന്താവും? കിരീടം കണ്ടുപിടിക്കാമെന്ന് ഏറ്റവും പോയി. എന്റെ ഗുരുവായൂരപ്പ വേറൊരു നിവൃത്തിയില്ലാത്തോണ്ട് പറയാ, എത്രയും പെട്ടെന്ന് തലയിൽ കിരീടവും വെച്ച് അടക്കുന്ന ബാർബറെ എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് തരണേ. പിന്നെ ബാർബർക്ക് ഭ്രാന്തല്ലേ കിരീടവും വെച്ചുകൊണ്ട് എന്റെ മുമ്പിൽ കൂടെ നടക്കാൻ. ഇപ്പൊ എന്താ ഒരു വഴി? ആ കമ്മീഷണർക്ക് വട്ടാണ്. ഒരു കീറത്തുണിയും കാഞ്ചി വലിച്ചാൽ തീ കത്തുന്ന ഒരു ലൈറ്ററും തന്നേച്ച് അമേരിക്കയിൽ വിട്ടിരിക്കുന്നു കള്ളനെ പിടിക്കാൻ. ഊഷ്മാണ്ടം. അല്ലെ മാത്രം എന്തിനു പറയണം? കാള വെറ്റു എന്നാ കയറിങ്ങെടുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി തിരിച്ചെന്തിന്? എല്ലാറ്റിനും പുറമെ ഈലാമ്പേച്ചിക്ക് ഒരു മരപ്പെട്ടി കൂട്ടും വന്നിരിക്കുന്നു. എന്താ നോക്കുന്നത്? നീ എന്താ തുറച്ചു നോക്കുന്നത്? ഞാൻ എവിടെ സംസാരിക്കുന്നു നീ കേൾക്കുന്നില്ലേ? അതിന് നീ സംസാരിക്കുമ്പോൾ ഞാൻ തുണി കഴിച്ചിട്ട് തുള്ളണോ? നിനക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞൂടെ? എന്തിന്? നീ സ്വയം ഒരു തീരുമാനം എടുക്കുന്നത് വരെ മൗനം വിദ്വാനും ഭൂഷണം. ഓ വിദ്വാൻ ദാസ, വെറുതെ മനുഷ്യന്റെ മേക്കിട്ട് കയറാൻ വരല്ലേ. BCom ഫസ്റ്റ് ക്ലാസ്സുകാരനായ നീ നല്ല നല്ല ഐഡിയാസ് പറ. പ്രീ ഡിഗ്രിക്കാരനായ ഞാൻ അക്ഷരം വെറുതെ അനുസരിക്കാം. അങ്ങനെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഞാൻ നിന്നെ സമ്മതിക്കില്ല. സർക്കാർ തരുന്ന ശമ്പളം മേടിച്ച് ഉരുട്ടി വിഴുങ്ങുന്നുണ്ടല്ലോ നീ. ഒരു വഴക്കിന് എനിക്കിപ്പോ തൽക്കാലം മൂടില്ല. എന്നാ മൂടുള്ളപ്പോ പറ, അപ്പൊ ഞാൻ വരാം. ഞാനൊരു സത്യം പറഞ്ഞ നീ ഞെട്ടരുത്. നമ്മളെ കൊണ്ട് ബാർബറയും കണ്ടുപിടിക്കാൻ പറ്റില്ല, കിരീടവും വീണ്ടെടുക്കാൻ പറ്റില്ല, ഉറപ്പാ. അതുകൊണ്ട് വയസ്സുകാലത്ത് ചാരുകസരെ കിടന്ന് അയവറക്കാൻ കുറെ മധുര സ്മരണകൾ ഉണ്ടാക്കിയിട്ട് സ്ഥലം വിടുക, അത്ര തന്നെ. എന്ന് വെച്ചാൽ എടോ, കിട്ടിയ അവസരം കളയാതെ സുഖിക്കുക. എനിക്ക് ഡ്യൂട്ടി ഒലക്ക ഡ്യൂട്ടി അല്ല. ദാസ, നടക്കാത്ത കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് മനസ്സ് വെറുതെ പുണ്ണാക്കിയിട്ട് ഒരു കാര്യമില്ല. അല്ല, അതൊക്കെ മോശമല്ലേ? എന്ത് മോശം? അല്ല, നീ പറയുന്നത് ഒരു കണക്കിന് ശരിയാണ്. പിന്നെ എന്താ പ്രശ്നം? അത് അപ്പോ
തൽക്കാലം ഈ സ്വർഗലോകത്തിന്റെ നാടി ഞരമ്പുകളിലൂടെ നമ്മൾ ഊളിയിട്ടിറങ്ങുന്നു. ഈ സ്വപ്നലോകത്തിന്റെ ഉന്മത്തമായ ആവേശം നമ്മൾ ഉൾക്കൊള്ളുന്നു. നല്ല 5-6 കൂളിംഗ് ഗ്ലാസ് വാങ്ങിക്കണം. 5-6 ഡ്രസ്സിന്റെ നിറത്തിനനുസരിച്ച് മാറ്റി മാറ്റി വെക്കാലോ. ഈശ്വര, ഇതൊക്കെ ഞാൻ ഏത് കണക്കെ കൊണ്ട് പെടുത്തുവെന്തോ. കള്ളനെ പിന്തുടരാൻ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തു. $2000 ആ വഴിക്ക് മാറി കിട്ടൂലേ? ദാസ, ഇതൊന്നും ആലോചിച്ച് നീ വിഷമിക്കണ്ട. കണക്കൊക്കെ ഞാൻ ശരിയാക്കി തരാം. നമ്മുടെ ജ്യൂസൊക്കെ തീർന്നു. ജ്യൂസ് അല്ല, അങ്ങനെ പലതും വാങ്ങിക്കാനുണ്ട്. അതെ, എല്ലാം വാങ്ങിച്ചപ്പോഴേ നമുക്കങ്ങ് സ്റ്റോർ ചെയ്ത് വെക്കാം അല്ലേ? അതെ. വിജയ, അവരാരാണെന്ന് മനസ്സിലായോ? നോക്കേ, അമ്മ മറന്നോ? അമ്മ, എനിക്ക് സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല. അമ്മ, അയ്യോ, അമ്മ, ഇത് ഞാൻ കാണിക്കരുത്. പട്ടാപ്പകല് പെണ്ണുങ്ങളൊക്കെ പിടിക്കുന്നു. അയ്യോ, ഇത് പിന്നെ ഗീതയുടെ അമ്മയാണെന്ന് ഞാൻ വിചാരിച്ചു. അടിച്ചതിന്റെ ഇതെന്റെ ഭാര്യ. അല്ല, സത്യമായിട്ട് നിങ്ങൾ ഞാനങ്ങ് പേടിച്ചു പോയി. ഞാനും പേടിച്ചു പോയതേ. അല്ല, സത്യമായിട്ട് നിങ്ങൾ ഗീതയുടെ അമ്മയല്ലേ? ചിലപ്പോ എറണാകുളത്തുള്ള എന്റെ ചേച്ചിയുടെ അതല്ലേ, കൊച്ചിയില്? ആ, കൊച്ചിയില്. ഞങ്ങള് രണ്ടുപേരും കണ്ട ഒരുപോലല്ലേ? അത് ശരി. എടാ, ഗീതയുടെ അമ്മയുണ്ടല്ലോ, ഈ ചേച്ചിയുടെ ചേച്ചിയാ. നിങ്ങൾ ഇരട്ട പിള്ളേരാ? അതെ. അയ്യോ, സത്യമായിട്ട് ഞാൻ ഗീതയുടെ അമ്മയാണെന്ന് വിചാരിച്ചേട്ടാ. സോറി. അത് പോട്ടെ. കമ്മീഷണർ ഒരു 100 വട്ടം ഫോൺ ചെയ്തിരുന്നു. നിങ്ങൾ ഓഫീസിൽ വരാറില്ല, വീട്ടിൽ വിളിച്ചാൽ കാണാറില്ല. നിങ്ങൾ എവിടെയായിരുന്നു? ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നല്ലോ. നിങ്ങൾ എവിടെയൊക്കെയാണ് പോകുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് എന്നോടെങ്കിലും ഒന്ന് പറയണ്ടേ? ഞങ്ങൾ എല്ലാ കാര്യവും രഹസ്യമായിട്ടാ ചെയ്യുന്നത്. അതാണ് സേഡികളുടെ ഒരു രീതി. മണ്ണാൻ കട്ട. ഇത്രയും കാലമായിട്ടും അന്വേഷണത്തിന്റെ റിപ്പോർട്ടെങ്കിലും നിങ്ങൾ അങ്ങോട്ട് അയച്ചോ? കമ്മീഷണർ ചൂടായിട്ടിരിക്കുകയാണ്. ഇവിടെ തെക്ക് വടക്ക് നടക്കാനാണോ സർക്കാർ കാശ് മുടക്കി നിങ്ങളെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്? അയ്യോ സാർ, അങ്ങനൊന്നുമില്ല. എങ്ങനെയില്ല? ഒരക്ഷരം പറയണ്ട. ഇനി നിങ്ങളുടെ ചെലവിലേക്കായി ഒരു ചില്ലിക്കാശ് ഞാൻ തരില്ല. പണി കളിക്കുന്നോ? നമ്മളെ പേടിപ്പിക്കാൻ അയാൾക്ക് എന്താ അധികാരം? അയാൾ കാശ് തരില്ല പോലും. അയാൾ തറവാട്ട് സ്വത്തല്ലേ കാശ്. അയാൾ ചെലച്ചോണ്ടിരുന്നപ്പോ നീ എന്താ ഒന്നും മിണ്ടാതിരുന്നത്? നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? നീ എന്താ ഒന്നും മിണ്ടായിരുന്നത്? നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? ചുട്ട മറുപടി കൊടുക്കാൻ പാടില്ലായിരുന്നു അപ്പോഴേ. നീ നല്ല മറുപടി പറഞ്ഞോളും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. ഞാനും അതേ വിശ്വാസത്തിൽ വെയിറ്റ് ചെയ്യായിരുന്നു. ആരായാണ്? എംബസിയിലെ ഒരു സർക്കാർ ഒരു തുക്കട ഉദ്യോഗസ്ഥൻ. അതെ. നമ്മളെ പ്രമാദമായ ഒരു കേസ് അന്വേഷണത്തിന് ഇന്ത്യ നയിച്ച സീരീസ്. പിന്നെ അങ്ങനെ സീഡികളെ കയറി ഭരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ 2 വാക്ക് പറഞ്ഞിട്ട് വരാം. ഓക്കെ. Three, 4, 5, and 10. ആയിക്കോട്ടെ. Like another bag? ഒരു ബാഗ്. Hi, mister. Come. Came out security, sir. Did you forget to pay for something, sir? Did you forget to pay for something? അയ്യോ, Come on. അയ്യോ, How did this get in your pocket? Did you pay for it? I've seen a lot of people like you. അയ്യോ, എന്തുവാ ഈ പറയുന്നേ? ഞാൻ എടുത്തിട്ടില്ല. എന്റെ അച്ഛനാണ് ഞാൻ എടുത്തിട്ടില്ല. I want Angba for me. You bloody thief. കൊല്ലാൻ നോക്കുന്നു. ഞാൻ ആരെന്ന് വിചാരിച്ചു? ICAD of the India. No take pen. Menon come. What the hell is he saying? അവിടെ വന്നു. എന്റെ നെക്ക് പിടിച്ചു വീണു. ഞാൻ പേന പോക്കറ്റ് കയറി കണ്ടില്ല. I no take pen. Call the police. പോലീസാ? നിങ്ങൾ അങ്ങനെ ചൂടാകേണ്ട കാര്യമൊന്നുമില്ല. മേലുദ്യോഗസ്ഥന്മാര് വരെ ഞങ്ങളെ സെല്യൂട്ട് ചെയ്തിട്ടേ ഉള്ളൂ. മനസ്സിലായോ? CID രാംദാസ് എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലും കേരളത്തിലും എന്തുമാത്രം വിലയുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ എന്നോട് പെരുമാറില്ലായിരുന്നു. നിങ്ങൾ ആരെ? നിങ്ങൾ എംബസിയിലെ ഒരു സാധാ ഉദ്യോഗസ്ഥൻ.
ആരെയും ശിവദാസ മേനോനെ തമിഴ്നാട്ടിൽ ശിവദാസ മേനോൻ എന്ന് പറഞ്ഞ ആളുകൾ ചിരിക്കുന്നു. ഇവരോടാ ഇന്ത്യൻ സേഡികളാണോ അതോ ഒരു സാധാ ക്ലർക്കാണോ വരെയെന്ന് എനിക്ക് ഇപ്പൊ അറിയണം. ദാസാ എന്നെ പോലീസ് പിടിച്ചു. ദാസാ എന്നെ രക്ഷിക്ക് പോലീസ്. ദാസാ എന്നെ രക്ഷിക്ക്. ദാസാ എന്നെ പോലീസ് കൊണ്ടുപോകാണേ. അയ്യോ എന്നെ കൊല്ലുമെന്നാണ്. വിജയനെ പോലീസ് പിടിച്ചോണ്ടുപോയി. വിജയനെ പോലീസ് നന്നായി. ഒരു മലയാളി സി.ഐ.ഡി പോലീസ് പിടിച്ചത് നന്നായെന്നോ? പോലീസുകാർ അവനെ തല്ലി കൊല്ലുന്നതിന് മുമ്പ് നമുക്ക് പോയി ഇറക്കാം സാർ. എനിക്കിപ്പോ സൗകര്യമില്ലെങ്കിലോ? ചേട്ടാ പ്ലീസ്, ചേട്ടാ പ്ലീസ്, പോലീസുകാർ തല്ലുന്നതിന് മുമ്പ് അവനെ നമുക്ക് ജാമ്യം എടുക്കാം. താനൊക്കെ ചത്ത് തൊലയുന്നത് തന്നെ ഇന്ത്യൻ പോലീസ് നല്ലത്. ചേച്ചി പ്ലീസ് ചേച്ചി. ചേട്ടാ പ്ലീസ് ചേട്ടാ. ഞാനാണോ വലുത് ഒരു CID ആണോ വലുതെന്ന് താൻ ഇവിടെ നിന്ന് ശരിക്കൊന്ന് ആലോചിക്കും. ചേട്ടാ ചേച്ചി ഇവനെന്ത് പരാക്രമമാണ് കാണിച്ചത്? എന്റെ അമ്മോ. Hey, you thief! The sheriff is calling you. Come with me. Come on. എന്തിന് ഇനിയും തല്ലണോ? തല്ലിക്കോ, തല്ല്. Come on, I say. I am very sorry, sir. Somewhere something has gone wrong. എന്തോ നട ഇതൊക്കെ? ഇംഗ്ലീഷ് ഭാഷ ആവശ്യമില്ലാതെ എടുത്ത് ഉപയോഗിച്ചാൽ അതിനുള്ള ഇടി ഇവര് വേറെ തരും. നിന്റെ കുപ്പായൊക്കെ അവിടെ. We believe you. We should respect cops. Sir, we are very famous CIDs from India. Sorry, Mr. Vijay. ഒരു സോറിയും വേണ്ട, മനുഷ്യന് പറഞ്ഞാൽ മനസ്സിലാവണം. What is he saying? He is very weak in English language. That's okay. Wanted criminals. Yes, these guys are very notorious criminals. Anyone who gives a clue to catch these criminals will get a very substantial amount from our government. Is it? Yes. Okay, sir. Shall we make a move? Sure. Thank you very much. You're welcome. Thank you. വാ. പക്ഷേ എവിടൊക്കെയോ എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട്. എവിടെ? എനിക്കൊന്നും നാറുന്നില്ലല്ലോ. എടാ, ആ നാറ്റത്തിന്റെ കാര്യമല്ല പറഞ്ഞത്. പിന്നെ ഞാൻ എംബസിയിലെ ആ മേനോനെ പറ്റി പറയുകയായിരുന്നു. അയാൾക്കെന്താ നമ്മളോട് ഇത്ര ദേഷ്യം? ഞാൻ നിന്നെ ജാമ്യത്തിലിറക്കാനെന്ന് പറഞ്ഞപ്പോ അയാൾ എന്നോട് പറയുകയാണ് ആ തെണ്ടി ചത്തു തൊലഞ്ഞാലും എന്റെ ഒരു സഹായവും പ്രതീക്ഷിക്കേണ്ടെന്ന്. അയാൾ അങ്ങനെ പറഞ്ഞോ? എന്റെ സംശയം വേറൊന്നാണ്. അതിരഹസ്യമായ നമ്മുടെ CID കോഡും പറയിപ്പിച്ച് രണ്ടുപേരെ എയർപോർട്ടിൽ അയച്ച് നമ്മളെ കൊല്ലിക്കാൻ ശ്രമിച്ചതും ഇയാൾ തന്നെയാണ്. അതെന്തിന്? ഹലോ, ആ ദൂരദർശൻ കേന്ദ്രൻ അല്ലേ? അല്ലേ, നീ നേരത്തെ പറഞ്ഞോളാ. ഓടാന്നോ? അത് ശരി, റോങ് നമ്പർ വിളിച്ച. ശ്യാമ മേഘമേ നീ ഏതു കുല സ്നേഹ തൂത്തുമായി വാ. ഹലോ, ദൂരദർശൻ കേന്ദ്രല്ലേ? അതെ, എനിക്ക് ഒരു ഉപകാരം ചെയ്യണം. ഇന്ന് വൈകിട്ട് 8 മണിക്ക് TV-യിൽ ഒരു പെൺകുട്ടി ഒരു പാട്ട് പാടിയില്ലേ? ശ്യാമ മേഘമേ വാ യദുകുല. അതെ, രാധിക. ആ കുട്ടിയുടെ അഡ്രസ് ഒന്ന് വേണം. Sorry. അതെന്ത് സോറി ആശാനെ? അതെ, എനിക്ക് ഹലോ, എനിക്ക് അഭിനന്ദനെ അറിയിക്കാന്. അത് പ്രതികരണത്തിൽ ചോദിച്ചാൽ മതി. എനിക്ക് പ്രതികരണത്തിൽ കൂടെ അറിയിച്ചാൽ പോരാ, നേരിട്ട് അറിയിക്കണം. ഞാൻ ആരാന്നോ? എടോ, ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ അതിന്റെ മൗലികാവകാശ എനിക്ക് നേരിട്ട് അറിയിക്കണം. അതിന്റെ അഡ്രസ് കല്യാണം കഴിക്കാനാണോ? കല്യാണം കഴിക്കാൻ തന്നെ. തനിക്ക് എങ്ങനെ മനസ്സിലായി? കല്യാണം കഴിക്കാൻ തന്നെടാ. താൻ കൂടുതൽ വായൊന്നും അടിക്കണ്ട. താൻ ആ പരിപാടി ഇറങ്ങി കെട്ടായപ്പോഴതിനെ കുറിച്ച് എന്ത് പറയുന്നു? ഞാൻ ആരാന്നോ? ഞാൻ നിന്റെ തൊണ്ട. വളരെ മോശമായിപ്പോയി. അയാളുടെ തന്തയ്ക്കൊക്കെ പറയാന്ന് പറഞ്ഞ, പക്ഷെ അയാൾ എന്നോട് അങ്ങനെ പറഞ്ഞോണ്ടല്ലേ അയാൾ മോശമായിപ്പോയി. നീ ഇപ്പൊ വിളിച്ച് സോറി പറഞ്ഞേക്കാം. അയാളുടെ തന്തയ്ക്കൊക്കെ പറയാന്ന് പറഞ്ഞ. ഹലോ, ദൂരദർശൻ കേന്ദ്രല്ലേ? ഇപ്പോഴേ ഒരാള് വിളിച്ച് തന്റെ തന്തയ്ക്ക് പറഞ്ഞില്ലേ, അത് ആരാണെന്ന് തനിക്ക് അറിയാം? ഞാനോ? ഞാൻ തന്നെയാ തന്തയ്ക്ക് വിളിച്ച ആള്. ഞാനോ?
ഞാൻ നിന്റെ തന്തയാടാ, തന്ത. അയ്യോ, ഒരാളുടെ തന്തയ്ക്കാണ് എന്റെ ഒരു ആശ്വാസം. അതാണ് അമ്മ അതിന്റെ കാര്യം. നമ്മൾ എത്ര വിചാരിച്ചാലും നന്നാവില്ല, പഠിച്ചല്ലേ പാടുള്ളൂ. ചായ. ഡോക്ടർ KS മേനോന്റെ മോളാ. ആരെ? ഇന്നലെ രാത്രി ദൂരദർശൻകാർക്ക് ഫോൺ ചെയ്ത് ചോദിച്ചില്ലേ ആ കുട്ടിയുടെ അഡ്രസ്? ഗിരിനഗറിലാ താമസം. ഇതുപോലൊരു അമ്മ എവിടുന്ന് കിട്ടു? മോൻ മനസ്സിൽ കാണുന്നൊക്കെ ആക്സിഡന്റ് എടുക്കുമ്പോഴല്ലേ എടുക്കുന്നത്? അമ്മയടുത്തെല്ലാം പറഞ്ഞു കൊടുത്തല്ലേ? ഞാനെന്ത് അമ്മയടുത്ത് പറഞ്ഞു കൊടുത്തല്ലേ? ഈശോനാണ് അയ്യപ്പനോട് സത്യം ഞാനൊന്നും പറഞ്ഞു. പിന്നെ അവിടെ സംസാരിച്ചോണ്ടിരുന്നോ? അയ്യോ, അത് ഞങ്ങൾ വേറെ നാട്ടുകാരിയൊക്കെ പറഞ്ഞതാ. ഇതാണ് പറഞ്ഞു രാത്രിയായാലും ഇത്ര ബോധമൊക്കെ വേണമെന്ന്. അയ്യേ, ആ ഫോൺ എടുത്ത ആളിന്റെ തന്തയ്ക്ക് വിളിച്ചതൊക്കെ അമ്മ കേട്ടിരിക്കുമല്ലേ? പിന്നെ ആകെ നാണക്കേടായി. ഏതായാലും ആ ദൂരദർശൻകാർ കാരണം ഇങ്ങനെ ചില നല്ല കാര്യങ്ങൾ നടക്കട്ടെ. അല്ല, ഇനി എപ്പോഴാ കല്യാണം? ആരുടെ? എന്റെ മോനെ കാള വാല് വെക്കുന്ന കണ്ടാൽ അറിയില്ലേ? രാഘവേട്ടാ, കല്യാണം വരെ എത്തുന്നതിന് മുമ്പ് എനിക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്. കാറിലോ? കല്യാണത്തിന് എനിക്ക് ചില നിർബന്ധങ്ങളുണ്ട്. അതൊരു പ്രേമ വിവാഹമായിരിക്കണം. ഒരു കുട്ടിയെ കാണുക, അതുമായി ഇഷ്ടത്തിലാകുക, അമ്മയില്ല പരസ്പരം അറിയുക, പിന്നെ നുറുങ്ങ് പരിഭവങ്ങൾ, പിണക്കങ്ങൾ, ഇണക്കങ്ങൾ, ഇതിന്റെയൊക്കെ ഒരു ത്രിൽ അറിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ. മതിയെന്നേ. പക്ഷെ അതിനു മുമ്പ് ആദ്യ കുട്ടിക്ക് എന്നെ ഇഷ്ടമാണോന്ന് അറിയണമല്ലോ. അതിനൊക്കെ വഴിയുണ്ടെന്നേ. എങ്ങനെ? അതിനൊക്കെ വഴിയുണ്ടെന്ന്. ഞാനിവിടെ റോച്ചാട്ടി വെച്ചു. അയ്യോ രാമേ, ഞാൻ എത്ര ദൂരത്ത് നിന്ന് വരുമെന്നറിയോ? ദൂരദർശൻ കേന്ദ്രത്തിന്റെ അവിടുന്ന് ഓട്ടോ കയറി, ബസ് കയറി, ഇതവിടെ എത്തിയപ്പോ ഐസ്ക്രീം ബാർ കയറി ആ കുട്ടി. അതിനെന്താ, അവര് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അയ്യേ, അത് കഴുതി കൂട്ടി കാത്തിരിക്കുന്ന പോലെ തോന്നുന്നു. ഒരു കാര്യം ചെയ്യും, മെല്ലെ ഐസ്ക്രീം ബാർ കയറി ഒരു ഐസ്ക്രീം വാങ്ങി, പിന്നെ ഞാൻ പറഞ്ഞതുപോലെ പരിപാടി. അയ്യ, അതൊക്കെ ഒരുമാതിരി. അയ്യേ, എന്തൊരു മാതിരി. അങ്ങോട്ട് ചെല്ല്. പോട്ടെ, ഇനി ഇങ്ങനത്തെ ചാൻസ് കിട്ടില്ല കേട്ടോ. അച്ഛനാണോ സത്യം? ധൈര്യമായിട്ട് ചെല്ല്, ധൈര്യമായിട്ട്. ഞാൻ അനുഭവിച്ചു. ചെല്ല്. ഒരു ഐസ്ക്രീം. ഏതാ വേണ്ടത്? ഏതാ ഉള്ളത്? വെനില, സ്ട്രോബെറി, ചോക്ലേറ്റ്, പിസ്ത, ബട്ടർ സ്കോച്ച്, ചോക്കോബാർ എല്ലാം ഉണ്ട് സാർ. ഏതാ വേണ്ടേ? മിസ് രാധികയല്ലേ? അതെ, വരട്ടെ. ഈ ടിവിയിലൊക്കെ അല്ല സാർ, ഞാൻ ഇപ്പൊ വരാം. എക്സ്ക്യൂസ് മീ, ടിവിയിലെ പ്രോഗ്രാം ഞാൻ കണ്ടിരുന്നു, വളരെ നന്നായിരുന്നു. കൺഗ്രാറ്റുലേഷൻ. ഡോക്ടർ KS മേനോന്റെ മകളല്ലേ? അതെ, അച്ഛനറിയോ? കൊള്ളാം, ഞങ്ങളുടെ ഫാമിലി ഡോക്ടറല്ലേ? ഇത്ര ചെറുപ്പം മുതലേ എന്നെ എത്ര പ്രാവശ്യം ചികിത്സിച്ചിട്ടുള്ള ആളാ. എന്റെ അമ്മൂമ്മയുടെ വാദം ഒരു ഒറ്റ ദിവസം കൊണ്ട് അദ്ദേഹം മാറ്റി കൊടുത്തത്. പുള്ളിയെ കണ്ടാൽ തന്നെ പകുതി അസുഖം പോകുന്ന അമ്മൂമ്മ പറയാനുള്ളത്. പുള്ളി ചികിത്സിച്ച് ഭേദമാക്കേണ്ട കാര്യമില്ല, അത്ര കൈപ്പുണ്യമുള്ള ആളാ. ഡോക്ടർമാരുടെ ഇടയിൽ ഒരു മാണിക്യമാണ് മേനോൻ ഡോക്ടർ. എന്റെ അച്ഛനാണോ നിങ്ങൾ ചികിത്സിക്കുന്നത്? അതെ. ഉറപ്പാണോ? മേനോൻ ഡോക്ടറെ എനിക്കറിയില്ലേ, എന്താ പ്രശ്നം? അല്ല, എന്റെ അച്ഛനൊരു മൃഗ ഡോക്ടറാണ്. യുവർ ഓണർ, പൂമംഗലം തറവാട്ടിലെ ഒരു അംഗവും സ്ഥലത്തെ പ്രമുഖ മൃഗ ഡോക്ടറുമായ ഡോക്ടർ KS മേനോന്റെ മകൾ രാധികയെ പ്രേമിച്ചു എന്നതാണ് ഈ ഉള്ളവന്റെ മേൽ ചുമത്തപ്പെട്ടിരിക്കുന്ന കുറ്റം. ഈ കുട്ടിയോട് തന്നെ പ്രേമം തോന്നാനുള്ള കാരണം? കാരണമുണ്ട്. അത് പിന്നെ ഈ ചിലരെ നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോ തന്നെ ഈ നമുക്ക് തോന്നില്ലേ, ചില രൂപവും ഭാവവും, പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കാര്യം മറ്റടുത്ത ചോദ്യം ചോദിക്കില്ല, അങ്ങ് ഇഷ്ടപ്പെട്ടു, അത്രേ ഉള്ളൂ, അത്ര മതി, അത് മതി. കോടതിയോട് കുറച്ച് ബഹുമാനത്തോടെ പെരുമാറണം. ആട്ടെ, വാദം തുടരട്ടെ. രാത്രികാലങ്ങളിൽ 3, 4, മാക്സിമം ഒരു 5 സ്മോള് വരെ വീശും ഒഴിച്ചാൽ പ്രതിക്ക് വേറെ എന്താണ് ഒരു കുറവാണ്? മേപ്പടിയാൻ ചില അവസരങ്ങളിൽ അടിച്ചു പൂസായി സംസ്ഥാന കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിൽ ഇരിക്കുന്നവരോട് ഫോണിലൂടെ അപമര്യാദയായി പെരുമാറി എന്ന് കേട്ടത് ശരിയാണോ?
ശരിയാണ്, പ്രേക്ഷകന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ചില പാകപ്പിഴകൾ ഉണ്ടായിട്ടുണ്ട്. ഇനി അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുന്നതാണ്. ആ, അപ്പൊ ഇത് ഭാവിയിൽ ഒരു അസുഖമായി മതി 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 മതി, വിസ്താരം മതി. ഇനി വിധി പ്രസ്താവിച്ചാട്ട്. ആ. കുമാരി രാധിയോട് പ്രതിക്കുള്ള അമിതാവേശവും ആക്രാന്തവും എന്തോന്ന് അപ്പൊ പറഞ്ഞില്ലേ, ആ. അത് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ആ. അത് കണക്കിലെടുത്തുകൊണ്ടും പ്രതിയുടെ അമ്മയ്ക്ക് ആ. തന്റെ മകനിൽ എത്രയും പെട്ടെന്നൊരു കുഞ്ഞിക്കാൽ പിറന്നു കാണണം എന്നുള്ളൊരു അത്യാഗ്രഹമുള്ളതിനാലും പ്രതിക്ക് തന്റെ പ്രേമബന്ധം ഭാവി ശക്തമായി തുടരാൻ ബഹുമാനപ്പെട്ട ഞാനോ? നോ ആ. കോടതി ഉത്തരവിട്ടിരിക്കുന്നു. തട്ടാൻ വരട്ട് തട്ടാൻ ഒരുപക്ഷ പ്രതിയുടെ തള്ള, അയ്യോ അതായത് അമ്മ, ഈ അമ്മ അമ്മ? അമ്മ എതിർത്താലോ? ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും ആ വിലങ്ങുകളെല്ലാം വലിച്ചു പൊട്ടിച്ചുകൊണ്ട് നീ പൊട്ടിക്കോ തീർച്ചയായിട്ടും ഞാൻ പൊട്ടിക്കും. ആഹാ നീയാണ് എന്റെ കണ്ണാടി ചീത്തയാക്കുന്നല്ലേ? അയ്യോ എന്താ സാറ് പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഒന്നും ഇല്ല, പറഞ്ഞില്ലല്ലേ? ഇല്ല ഇല്ല